നമസ്കാരം. ഫുട്ബോൾ വരുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ സ്മൂത്ത്ലി നീങ്ങുന്നുണ്ട്. കുറേ ക്ലബ്ബുകൾക്ക് കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മറ്റ് കുറേ ക്ലബ്ബുകൾക്ക് നീങ്ങുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ലൂയിസ് ഡിയാസിന്റെ ഒരു ബമ്പം വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം പോൾ ജോയ്സ് പറഞ്ഞിരുന്നു പുള്ളി ലിവർപൂളിന്റെ പ്ലാൻസിനുണ്ട്. ലിവർപൂള് തൽക്കാലത്തേക്ക് ഒരു കട്ട് പ്രൈസിന് കൊടുക്കാനാണ്, അൺലെസ് ഒരു അവർ ഓഫർ ചെയ്യുന്ന അഥവാ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് വരാതെ കൊടുക്കാനായിട്ട് പ്ലാൻ ഇല്ല. അഥവാ ലൂയിസ് ഡിയാസിനെ വിറ്റ് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം ലിവർപൂളിനില്ല. അവർക്ക് റൈറ്റ് പ്രൈസ് വന്നാൽ അവർ ഓഫർ ചെയ്യും, അവർ വിൽക്കും. അല്ലാതെ ലിവർപൂളിന് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല, തങ്ങളുടെ പ്ലാൻസിലുണ്ടെന്നുള്ള കാര്യം പോൾ ജോയ്സ് പറഞ്ഞിരുന്നു. ഇന്ന് ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റൊന്നുമല്ല, ബാർസലോണയും ലൂയിസ് ഡിയാസും തമ്മിലുള്ള സംഭവങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ബ്ലോക്കാണ്. ലിവർപൂൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അൽ നാസർ ഡിമാൻഡിങ് ആയ 85 മില്യൺ യൂറോസ് കൊടുക്കാൻ റെഡിയാണ്. ബാർസലോണ പ്രൈസ് താക്കെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയാണ്. ലിവർപൂളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും പ്ലാൻ ഉണ്ടായിരുന്നതൊക്കെ കിട്ടും. ബട്ട് ലിവർപൂൾ സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ആസ്കിംഗ് പ്രൈസ് 85 മില്യൺ, അതിൽ ഒറ്റ പൈസ പോലും കുറയ്ക്കത്തില്ല എന്നുള്ള ഒരു ഡിമാൻഡിലാണ് ലിവർപൂൾ. അല്ലെങ്കിൽ ലൂയിസ് ഡിയാസിനെ വെച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. ഓൾറെഡി 2 വർഷത്തെ കോൺട്രാക്റ്റുകളുണ്ട്. സോ ഡെഫിനറ്റ്ലി ലിവർപൂളിന് ഒരു തലവേദനയില്ല. അവർ ലൂയിസ് ഡിയാസിന് റൈറ്റ് പ്രൈസിനെ കൊടുക്കത്തുള്ളൂ. സോ ബാർസലോണ റൈറ്റ് നൗ ഡീലിൽ നിന്ന് ഔട്ടാണ്. ലിവർപൂൾ ബാർസ ബ്ലോക്ക് ചെയ്തു ആൻഡ് ബാർസലോണ ഒഫീഷ്യലി ലെഫ്റ്റ് ദ ചാറ്റ് എന്ന് പറയുന്ന പോലെ ലെഫ്റ്റ് ദ നെഗോസിയേഷൻ എന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ബാർസലോണയ്ക്ക് വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ജോൺ ഗാർഷ്യ ഡീൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാർസലോണയ്ക്ക് ഓൾമോസ്റ്റ് 11 മില്യൺ യൂറോസോളം ഫ്രീ ആക്കേണ്ട ആവശ്യമുണ്ട്. 5 മില്യൺ യൂറോസ്, ആളുടെ 25 മില്യൺ യൂറോസ് 5+1 ഇയർ കോൺട്രാക്ട് ആയിരിക്കും സൈൻ ചെയ്യുക. സോ അമോർട്ടൈസേഷൻ കോസ്റ്റ് ആയിട്ടുള്ള 5 മില്യൺ യൂറോസും കൂടാതെ ആളുടെ സാലറിക്കായിട്ട് 6 മില്യൺ യൂറോസോളം ബാർസലോണയ്ക്ക് ഫ്രീ അപ്പ് ആക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 11 മില്യൺ യൂറോസോളം ബാർസലോണയ്ക്ക് വേജ് ബുക്സിൽ അഥവാ ഫൈനാൻഷ്യൽ ബുക്സിൽ ഫ്രീ അപ്പ് ആക്കേണ്ടത്. അത് ബാർസലോണയ്ക്ക് ആക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റൊന്നുമല്ല, 2-3 പ്ലേയേഴ്സ്, എസ്പെഷ്യലി അൻസു ഫാറ്റിയും 1-2 പ്ലേയേഴ്സിന്റെ സെയിൽസോടെ ഒഫീഷ്യൽ ആയാൽ ജോൺ ഗാർഷ്യ ഡീൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ ബാർസലോണയ്ക്ക് വലിയ തലവേദനയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ നമ്മൾ അടുത്ത റിപ്പോർട്ടിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇപ്പം സെസ്കോ ഡീലിൽ ലിവർപൂൾ എൻട്രി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ബെഞ്ചമിൻ സെസ്കോയ്ക്ക് വേണ്ടി നമുക്കറിയാം ആർസണൽ സീരിയസ്ലി മാർക്കറ്റിലുണ്ട്. 67 മില്യൺ പൗണ്ട്സ്, ഏകദേശം 75 to 80 മില്യൺ യൂറോസിന് ഇടയ്ക്കാണ് സെസ്കോയ്ക്ക് വേണ്ടി ലൈപ്സിഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ആർസണലിന്റെ ഫസ്റ്റ് ബിഡൊക്കെ 45, 47, 50 മില്യൺ താഴെയുള്ള ഒരു ബിഡായിരുന്നു. അത് റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഇപ്പൊ ലിവർപൂൾ ആ ഡീൽ എൻ്റർ ആയിരുന്നു. സ്ലോട്ട് വരും ദിവസങ്ങളിൽ താരമായിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ TBR ഫുട്ബോളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം എക്കിറ്റയ്ക്ക് ലിവർപൂളിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു. ബട്ട് എക്കിറ്റയ്ക്ക് ഈസ് ലീനിങ് മോർ ടുവേർഡ്സ് ചെൽസി എക്കിറ്റയ്ക്കായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നു. ഡിസ്കഷൻസ് സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പം ലിവർപൂളിൽ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് സെസ്കോയിലോട്ട് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഗ്യോക്രസ് ലിവർപൂളിന്റെ ലിസ്റ്റിൽ റൈറ്റ് നൗ ഇല്ല. ഇസാക്ക് അവൈലബിൾ അല്ല. ആൻഡ് ഒസിമൻ ലിവർപൂൾ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. സോ ഇപ്പം സെസ്കോ ഡീലിൽ ആർസണൽ വേഴ്സസ് ലിവർപൂൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് സെസ്കോ ഡീല് ഈവൻ ദോ പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ആർസണലുമായിട്ട് ആയെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നെങ്കിലും കാര്യങ്ങളൊന്നും ഒഫീഷ്യൽ ആയിട്ടില്ല. സെസ്കോ സ്റ്റിൽ പുള്ളി ലിവർപൂളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമായിരിക്കാം. ലിവർപൂളിന് പുള്ളി ചെയ്യാൻ പറ്റുമായിരിക്കാം, നമുക്ക് നോക്കാം. അതുപോലെ എംബൂമോയ്ക്ക് വേണ്ടി 45 മില്യൺ പൗണ്ട്സ് പ്ലസ് 10 മില്യൺ ആഡ് ഓൺസിന്റെ ഒരു ബിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡിന് മുമ്പ് വിട്ടു. ബ്രെൻഫോർഡ് അത് റിജക്ട് ചെയ്തു. ബ്രെൻഫോർഡ് 70 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് വാർത്തകൾ വരുന്നത്. സോ അവിടെ അടുത്ത അപ്ഡേറ്റ് പോകാനായിട്ടാണെങ്കിൽ ചെൽസിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. സോ അത്ലറ്റിക് PSR, നമുക്കറിയാം PSR റൂൾസ് പ്രകാരമാണല്ലോ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നിൽക്കുന്ന ക്ലബ്ബ് ചെൽസി ആണെന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അത്ലറ്റിക്കിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പം കാണാം. ഏറ്റവും ഫൈനാൻഷ്യലി സ്ട്രോങ് പൊസിഷൻ നിൽക്കുന്ന 10 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ, അതിൽ ചെൽസിയാണ് ഫസ്റ്റ്, സെക്കൻഡ് ആണ് ബ്രൈറ്റൺ. സോ നിങ്ങൾക്ക് കാണാം ചെൽസി ഈവൻ ദോ ഇത്രയും സ്ട്രോങ് പൊസിഷൻ ചെൽസി നിൽക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കാൻ പറ്റും. ആൻഡ് ചെൽസി എന്തുകൊണ്ട് ഇത്രയും സ്ട്രോങ് പൊസിഷൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് അവർ അക്കാഡമി പ്ലേയേഴ്സിനെ അവർ സെയിൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. പിന്നെ അവരുടെ വേജ് ബുക്സ്, അവരുടെ സ്ട്രക്ചർ വളരെ നല്ല രീതിയിലാണ്. ചെൽസിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വേജ് ബുക്ക് സ്ട്രക്ചറാണ് ചെൽസിയുടെ എന്ന് കേൾക്കുന്നത്. നമുക്കറിയാം എല്ലാവരും 200K താഴെയുള്ള പ്ലേയേഴ്സാണ് മാക്സിമം. സോ അതിനകത്ത് എല്ലാവരും 130, 150K. സോ എല്ലാം ബാലൻസ് ചെയ്ത് റൈറ്റ് ആയിട്ടാണ് ചെൽസി പോകുന്നത്. സോ ചെൽസിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലൊപ്പം തന്നെ ചെൽസിയുടെ പുതിയ നമ്പർ 10, നമ്പർ 9 ചെൽസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോൾ പാൾമർ ആ ലെജൻഡറി നമ്പർ 10 ജേഴ്സി ആയും അതുപോലെ തന്നെ ലെജൻഡറി നമ്പർ 9 ജേഴ്സി തന്നെയാണ് അതിനും അണിയാനായിട്ട് പോകുന്നത്. മറ്റാരുമല്ല, ലിയാൻ ഡെലാപ്പ് ആയിരിക്കും ആ ജേഴ്സി അണിയാനായിട്ട് പോകുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനാണ് റയൽ മാഡ്രിഡ് മസ്താൻഡാനോ ഓൾമോസ്റ്റ് ഡൺ ആണ്, എല്ലാം അഗ്രി ആയതാണ് വാർത്തകൾ കേൾക്കുന്നത്.
അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഈസ് കുക്കിംഗ്. ടയാമി റൈൻഡേഴ്സും ഐറ്റ്-നൂറിയും വേൾഡ് കപ്പിന് മുമ്പ് ജോയിൻ ചെയ്യും. ഐറ്റ്-നൂറി ഹിയർ വി ഗോ വന്നു. 40 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ 40 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിലാണ് സിറ്റി അഗ്രി ചെയ്തിരിക്കുന്നത്. സൂപ്പർ ബൈ 40 മില്യൺ യൂറോസിന് ഒന്നും പറയില്ല. ടയാമി റൈൻഡേഴ്സും 60 മില്യൺ യൂറോസിന്റെ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു പാക്കേജിനാണ് ബൈ എന്ന് കേൾക്കുന്നു. എഗെയിൻ സൂപ്പർ ബൈ. രണ്ടും ക്ലബ് വേൾഡ് കപ്പിന് മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പം ജോയിൻ ചെയ്യും. സോ സിറ്റിയുടെ അടുത്ത ലക്ഷ്യം ചെറുക്കിയാണ്. പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രീഡ് ആണ്. പ്രൈസിന്റെ അഗ്രിമെന്റിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് കേൾക്കുന്നു. സോ ഇതാണ് മാൻ സിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന വാർത്തകൾ. അവിടുന്ന് മറ്റ് 1-2 അപ്ഡേറ്റ് സ്പീഡിൽ പറയാനായിട്ടാണെങ്കിൽ ഒസിമന് വേണ്ടി ഇപ്പൊ അൽ ഹിലാൽ സീരിയസ്ലി രംഗത്തുണ്ട്. സോ അൽ ഹിലാൽ ഒസിമന്റെ 75 മില്യൺ യൂറോസ് റിലീസ് ക്ലോസ് പ്ലേ ചെയ്യാനായിട്ട് റെഡിയാണ്. ഒപ്പം ആൾക്ക് 30 മില്യൺ യൂറോസ് പെർ സീസൺ ഏൺ ചെയ്യുന്ന ഒരു സാലറിയും ആൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ ആളോട് ജൂൺ 10 മുമ്പ് ഒഫീഷ്യൽ ഡിസിഷൻ അറിയിക്കണമെന്നും അൽ ഹിലാൽ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം അൽ ഹിലാൽ അക്കർബി ലിങ്ക്സ് കണ്ടിരുന്നു. അതിപ്പോൾ ഫാബ്രിസിയോ വന്ന് റിപ്പോർട്ട് ചെയ്തു ഫേക്കാണ്. അൽ ഹിലാൽ വർക്ക് ചെയ്യുന്നത് തിയോ ഹെർണാണ്ടസ്, അതുപോലെ തന്നെ എഡ്രസനെ, അതുപോലെ തന്നെ ഒസിമൻ ഡീലിലുമാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ അക്കർബി ലിങ്ക്സ് ഫേക്ക് ആണ്. എഡ്രസനെ അവർക്ക് നല്ല താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് കോർഡോസായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിട്ടുണ്ട്. പ്രൈസും ഇപ്പൊ റയൽ ബെറ്റിസുമായിട്ട് അഗ്രി ചെയ്യുന്നതിന്റെ വക്കിലാണെന്ന് ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 30 മില്യൺ യൂറോസ് ഫിക്സഡ് ആയിട്ട് റയൽ ബെറ്റിന് കിട്ടും. ബാക്കി ആഡ് ഓൺസ് ഉൾപ്പെടെ ഓൾമോസ്റ്റ് എത്രയാണ് ടോട്ടൽ എന്ന് അറിയത്തില്ല. 30 മില്യൺ യൂറോസ് ഫിക്സഡ് ആയിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുകയാണെന്ന് കേൾക്കുന്നു രണ്ട് ടീംസും തമ്മിൽ. അതുപോലെ തന്നെ ആന്റണിയിൽ എറിക് ടെൻ ഹാഗിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ജർമ്മനിയിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നതോ മറ്റോ ഒന്നുമല്ല. ഇന്റേണലി എറിക് ടെൻ ഹാഗ് ഡിസ്കസ് ചെയ്ത ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇട്ട പ്ലേയേഴ്സിൽ ആന്റണി ഉണ്ടെന്ന് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും രണ്ടുപേരും ഗ്രിമാൾഡോ ആയിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്. ബാർസലോണ ഗ്രിമാൾഡോ ലിങ്ക്സ് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും അത് റിലയബിൾ അല്ല. ബാർസലോണ റൈറ്റ് നോ ഗ്രിമാൾഡോയിൽ സീരിയസ്ലി നോക്കുന്ന വാർത്തകൾ വരുന്നില്ല. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും ഗ്രിമാൾഡോയുടെ പേര് ഇന്റേണലി ഡിസ്കസ് ചെയ്തിരുന്നു. അൾവേറ കറേറാസ് ഫെർണാണ്ടസ് as things stands right now 45 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ബെൻഫീക്കയും റയൽ മാഡ്രിഡ് തമ്മിൽ അഗ്രി ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്. അത് 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടായിരിക്കും പേ ചെയ്യുക എന്നാണ് കേൾക്കുന്നത്. 22.5 മില്യന്റെ 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്. സോ ആ ഡീൽ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ മേ ബി ഗ്രിമാൾഡോയിലോട്ട് റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റ് പോയേക്കാന്ന് കേൾക്കുന്നത്. അത്ലറ്റിക്കോ തിയോ ഹെർണാണ്ടസിന് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. തിയോ ഹെർണാണ്ടസിന് അൽ ഹിലാൽ അല്ല അത്ലറ്റിക്കോയിലോട്ട് പോകാനാണ് താല്പര്യമെന്ന് കേൾക്കുന്നു. ബട്ട് പ്രൈസ് ടാഗിന്റെ കാര്യത്തിൽ ചെറിയ ഇഷ്യൂ നിൽക്കുന്നുണ്ട്. സോ ഒരു ലെഫ്റ്റ് ബാക്കിനെ എന്തായാലും അത്ലറ്റിക്കോ നോക്കുന്നുണ്ട്. ഗ്രിമാൾഡോ, തിയോ ഹെർണാണ്ടസ് ഈ 2 നെയിംസ് ആണ് അത്ലറ്റിക്കോ ആയിട്ടും ലിങ്ക്സ് ആയി കാണുന്നത്. സോ ബെയ്ന ടു അത്ലറ്റിക്കോ ഓൾമോസ്റ്റ് ആണ്. ഇനി ആ പേയ്മെന്റും പേഴ്സണൽ ടൈംസിൽ അഗ്രി ചെയ്തിരിക്കുകയാണ്. ഫൈനൽ പേയ്മെന്റ് എക്സാക്ട്ലി എത്രയാണ് പലതും പല റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. ബട്ട് ബെയ്ന ടു അത്ലറ്റിക്കോ ഓൾമോസ്റ്റ് എന്നൊരു പറ്റിലാണ്. സോ കോർഡോസോ, എലിക്സ് ബെയ്ന ഈ 2 ഡീൽസും അത്ലറ്റിക്കോ പുള്ളിയും. പിന്നീട് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും അത്ലറ്റിക്കോയുടെ ലക്ഷ്യം എന്ന് കേൾക്കുന്നുണ്ട്. മൊളീനനെ അത്ലറ്റിക്കോ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ക്യൂട്ടി റൊമേറോയ്ക്ക് 60 മില്യൺ പൗണ്ട്സിന് മുകളിലുള്ള ഓഫറുകൾ മാത്രമേ ടോട്ടനാം ലിസൺ ചെയ്യുന്നുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്. ന്യൂ കാസിൽ നമ്മുടെ മാഡുവയ്ക്കയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചെൽസി 60 മില്യൺ യൂറോസ് ആണ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ്. 60 മില്യന് മുകളിലോട്ടുള്ള ബിഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഗാലറ്റസറെ സാൻജോയിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. പക്ഷേ സാൻജോയുടെ സാലറി ഡിമാൻഡ്സ് കുറയ്ക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. സോ ഗാലറ്റസറെ റേസിൽ നിന്ന് ഔട്ടാണെന്നും ഇപ്പം വാർത്തകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം കേൾക്കുന്ന വാർത്തകൾ. ഇനിയാക്കി പെനയിലും ഗാലറ്റസറയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് സെൽട്ട വിഗോയിലോട്ടാണ് ഇനിയാക്കി പെന കൂടുതൽ പോകുന്നതാണ് വാർത്തകൾ വരുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അതുപോലെ തന്നെ ആർസണലിന്റെ ന്യൂനോ ടവാരസിനെ 9 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ലാസിയോ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ലാസിയോ ഈ സീസൺ ലോണിനാണ് കളിച്ചത്. ബൈ ഓപ്ഷനായി 9 മില്യൺ ഉണ്ടായിരുന്നു. അത് അവർ എക്സിക്യൂട്ട് ചെയ്തു. സോ ലാസിയോയുടെ പെർമനന്റ് പ്ലെയർ ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത് ഏതാണെന്ന് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.